മറ്റൊരു വാർത്ത, ബംഗ്ലാദേശ് തലസ്ഥാനം ധാക്കയ്ക്ക് സമീപം നേരിയ ഭൂചലനം. ഭൗമനിരപ്പിൽ നിന്ന് 10 കിലോമീറ്റർ താഴെയായിരുന്നു പ്രഭവ കേന്ദ്രം. റിച്ചർ സ്കെയിലിൽ 5.5 തീവ്രത രേഖപ്പെടുത്തി. എന്നാൽ നാശനഷ്ടമോ മരണമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അജയ് സുധ ബിജു ചേരുകയാണ് വിവരങ്ങളുമായി. അജയ്, സാധാരണ ഒരു തീവ്രത കുറഞ്ഞ സ്ഫോടനം എന്ന രീതിയിൽ തന്നെയാണോ കാണുന്നത്? മഞ്ജുഷ്, തീവ്രത കുറഞ്ഞ ഭൂചലനമാണെങ്കിലും ഇന്ത്യയിലും ഇതിൻ്റെ പ്രകമ്പനം അനുഭവപ്പെട്ടിട്ടുണ്ട്. മറ്റ് നാശനഷ്ടങ്ങളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മരണങ്ങളൊന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ഒരു ആശങ്കയ്ക്ക് വഴിവെക്കുന്നില്ല. അത് കാരണം തന്നെ ഇത് ധാക്കയിൽ നിന്ന് 50 കിലോമീറ്റർ അകലെയുള്ള നഴ്സിംഗ്ഡി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഭൂചലനത്തിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത്. ഭൗമനിരപ്പിൽ നിന്ന് 10 കിലോമീറ്റർ താഴ്ചയിലാണ് ഈ ഭൂകമ്പം ഉണ്ടായത്. ഇന്ന് രാവിലെ 10:08-നും 10:10-നും ഇടയിലാണ് ഈ ഭൂചലനം തുടർച്ചയായിട്ട് അനുഭവപ്പെട്ടതെന്നാണ് വിവരം ലഭിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രഭവം അത് ഇന്ത്യയിൽ കൊൽക്കത്തയിലാണെങ്കിലും അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളായിട്ടുള്ള ഗുവാഹത്തി, അതുപോലെ ഷില്ലോങ് എന്നിവിടങ്ങളിലും ഇതിൻ്റെ പ്രകമ്പനമുണ്ടായിരുന്നു. ഇത് കാരണം നിരവധി കെട്ടിടങ്ങൾക്കകത്തുള്ള ഈ ഫാനുകളും അതുപോലെ തന്നെ ലൈറ്റുകളും എല്ലാം കുലുങ്ങുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇത് കാരണം കൊൽക്കത്തയിലും അതുപോലെ തന്നെ ബംഗ്ലാദേശിൻ്റെ പല ഭാഗത്തു നിന്നും ആളുകൾ വീടുകളിൽ നിന്നും അതുപോലെ തന്നെ വലിയ ഫ്ലാറ്റുകളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. കൊൽക്കത്തയിലേക്ക് പല ബിൽഡിങ്ങുകളുടെ പുറത്തും ആളുകൾ ഒന്നിച്ച് കൂട്ടമായിട്ട് കൂടി നിന്നു. ഈ പ്രകമ്പനം കാരണം ഒരു ഭീതി സൃഷ്ടിച്ചത് കാരണം. ഇത് കാരണം ധാക്കയിൽ നിലവിൽ ബംഗ്ലാദേശും അതുപോലെ തന്നെ അയർലൻഡും തമ്മിലൊരു ടെസ്റ്റ് മത്സരം നടക്കുന്നുണ്ടായിരുന്നു. ഈ ഭൂചലനം കാരണം ഈ ടെസ്റ്റ് മത്സരം അത് ദീർഘനേരത്തേക്ക് അത് നിർത്തിവെച്ചിരുന്നു. ഇപ്പോഴത് വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം ലഭിക്കുന്നത്. നിലവിൽ മറ്റ് കെട്ടിടങ്ങൾ തകരുന്നതോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കഠിനമായിട്ടുള്ള നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ പാത്രങ്ങൾ താഴെ വീഴുന്നതുൾപ്പെടെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ ആളുകൾ ഇത് കാരണം തന്നെ വളരെയധികം ഭീതിയിലായി. ഇവർ പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന അവസ്ഥയുണ്ടായി. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ കാര്യം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് അനുഭവപ്പെട്ട 3ാമത്തെ ഭൂചലനമാണ് ഇതെന്ന് കാണാൻ സാധിക്കും. ഇതിനു മുൻപേ ഇന്ന് പുലർച്ചെ പാകിസ്ഥാനിലും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലും ഓരോ ഭൂചലനം വീതമുണ്ടായി. എന്നാൽ ഇത് വളരെ നേർത്ത ഒരു ഭൂചലനം മാത്രമായിരുന്നു. ഇതുപോലെ ഒരു പ്രകമ്പനം പോലും അത് അധികം നേരത്തേക്ക് അങ്ങനെ അനുഭവപ്പെട്ടിരുന്നില്ല. എന്നാൽ ഇത് അത്യാവശ്യം ഇന്ത്യയിൽ ഉൾപ്പെടെ അനുഭവപ്പെടുന്ന രീതിയിലുള്ള പ്രകമ്പനമാണ് ഇത് കാരണം ഉണ്ടായത്. 5.5 ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ ഇതിൻ്റെ ഒരു തീവ്രതയായിട്ട് ഇപ്പോൾ നിലവിൽ റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ശരി, അജയാണ് വിവരങ്ങൾ നൽകിയത്. ധാക്കയിലാണ്